രാജ്യത്തെ ആദ്യ ദയാമരണത്തിന് സുപ്രീം കോടതി അനുമതി നൽകിയ ഹരീഷ് റാണ മരണത്തിന് കീഴടങ്ങി. മാതാപിതാക്കളുടെ ആവശ്യപ്രകാരമാണ് ഉത്തർപ്രദേശിലെ ഗാസിയാബാദ് സ്വദേശിയായ 32-കാരൻ ഹരീഷ് റാണയ്ക്ക് സുപ്രീം കോടതി ദയാമരണം അനുവദിച്ചത്. 13 വർഷമായി കോമയിലായിരുന്നു ഹരീഷ് റാണ. നേരത്തെ തന്നെ ജീവൻ നിലനിർത്തുന്ന ഉപകരണങ്ങൾ മാറ്റിയിരുന്നു. ഡൽഹി എയിംസിലെ പാലിയേറ്റീവ് കെയർ വാർഡിൽ 10 ഡോക്ടർമാരുടെ സംഘത്തിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഹരീഷ് റാണ. ഹരീഷ് ഏത് സമയവും സ്വാഭാവികമായ മരണത്തിലേക്ക് പോകാമെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. അന്തസ്സായി മരിക്കാനുള്ള അവകാശം പൗരനുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീം കോടതി ദയാവധത്തിന് അനുമതി നൽകിയത്. യന്ത്രസഹായത്തോടെ ജീവൻ നിലനിർത്തുന്ന റാണ ജീവിതത്തിലേക്ക് തിരികെ എത്താൻ യാതൊരു സാധ്യതയുമില്ലെന്ന് വ്യക്തമായതോടെ ദയാവധം നൽകണമെന്ന് അപേക്ഷിച്ചാണ് വയോധികരായ മാതാപിതാക്കൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. മകന്റെ ദുരിതാവസ്ഥ കണ്ടുമടുത്തുവെന്നും ചികിത്സ തുടർന്നിട്ട് പ്രയോജനമില്ലെന്ന് ഡോക്ടർമാർ വ്യക്തമാക്കിയെന്നും മാതാപിതാക്കൾ കോടതിയെ അറിയിച്ചു. ഹർജി പരിഗണിച്ച ജസ്റ്റിസ് JB പർദിവാല, ജസ്റ്റിസ് KV വിശ്വനാഥൻ എന്നിവർ ഘട്ടം ഘട്ടമായി ഹരീഷ് റാണയുടെ ചികിത്സ അവസാനിപ്പിക്കാൻ ഉത്തരവിടുകയായിരുന്നു. ചികിത്സ തുടരുന്നത് കൊണ്ട് പുരോഗതി ഉണ്ടാകില്ലെന്ന് ഡോക്ടർമാരും കോടതിയെ അറിയിച്ചു. ഇതിനു പിന്നാലെ എയിംസിലെ പാലിയേറ്റീവ് കെയറിൽ പ്രവേശിപ്പിച്ച് ദയാവധം അനുവദിക്കാൻ കോടതി നിർദ്ദേശിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് മാർഗനിർദ്ദേശങ്ങളും കോടതി നൽകി. റാണയുടെ കുടുംബം നൽകിയ കരുതൽ നിസ്വാർത്ഥമെന്നും കോടതി പറഞ്ഞു. 2013 ഓഗസ്റ്റ് മാസം 20-ാം തീയതി പഞ്ചാബ് സർവകലാശാലയിലെ എഞ്ചിനീയറിംഗിന് പഠിക്കുമ്പോൾ താമസിച്ചിരുന്ന വാടക കെട്ടിടത്തിൽ നിന്ന് വീണാണ് ഹരീഷ് റാണയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത്. അന്നു മുതൽ കിടപ്പിലായിരുന്നു. ശരീരം അനക്കാൻ പോലും കഴിയാത്ത വിധം 100% വൈകല്യം ബാധിച്ചു. ഹരീഷിന് കണ്ണുകൾ തുറക്കുവാനോ കൈകാലുകൾ ചലിപ്പിക്കുവാനോ കഴിയാതെയായി. ശുശ്രൂഷയ്ക്ക് ഒരാളെ പോലും വെക്കാതെ അച്ഛനും അമ്മയും സഹോദരനും സഹോദരിയും അടങ്ങുന്ന ഹരീഷിന്റെ കുടുംബം ഹരീഷിനെ പരിപാലിച്ചു. എന്നാൽ സാമ്പത്തിക പരാധീനതയും മകൻ അനുഭവിക്കുന്ന ദൈന്യതയുമാണ് ദയാമരണം തേടാൻ കുടുംബത്തെ പ്രേരിപ്പിച്ചത്. ആവശ്യമാദ്യം ഹൈക്കോടതി തള്ളി. സുപ്രീം കോടതിയെ സമീപിച്ചെങ്കിലും എല്ലാ സഹായവും ചെയ്തു നൽകാൻ സർക്കാരിനോട് നിർദ്ദേശിച്ച് കേസ് തീർപ്പാക്കി. എന്നാൽ സ്ഥിതി വീണ്ടും ദുരിതപൂർണമായ ഘട്ടത്തിലാണ് പിതാവ് വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചത്. അതീവ ഗുരുതര രോഗങ്ങളുള്ളവരെ മറ്റും ചികിത്സാ മാർഗങ്ങളൊന്നുമില്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ നിയമപരമായി തന്നെ അനുവദിക്കുന്നതാണ് ദയാവധം. ഹരീഷിനെ കൂടാതെ ഒരു മകനും മകളുമാണ് മാതാപിതാക്കൾക്കുള്ളത്. കേസിൽ ഹരീഷിന്റെ മാതാപിതാക്കൾക്കായി മലയാളി അഭിഭാഷക രശ്മി നന്ദകുമാറാണ് ഹാജരായത്. മകന് നിശ്ചല ജീവിതത്തിൽ നിന്ന് മോചനം അനുവദിക്കണമെന്ന അച്ഛന്റെ പ്രാർത്ഥന സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ മുന്നിൽ നിന്ന മലയാളി അഭിഭാഷക എന്ന നിലയിൽ രശ്മി നന്ദകുമാറിന്റെ വാദങ്ങളും ഇതിനിടയിൽ രാജ്യശ്രദ്ധ നേടി. കോടതി ദയാമരണം അനുവദിച്ച ഹരീഷ് റാണയുടെ പിതാവിന് വേണ്ടി ഹാജരായ രശ്മി നടത്തിയ ഇടപെടലുകളും ഈ നിർണായക വിധിക്ക് കാരണമായെന്ന് പറയേണ്ടി വരും. ഒരുപക്ഷെ അഭിഭാഷക എന്ന നിലയിൽ വാദങ്ങൾ അവതരിപ്പിച്ചതിനപ്പുറം അവരുടെ വീട്ടിൽ പലകുറി പോയി ഹരീഷിനെ നേരിൽ കണ്ടും രക്ഷിതാക്കളുടെ പ്രയാസങ്ങൾ മനസ്സിലാക്കിയും ദയാമരണം നടപ്പാക്കുന്നതിനുള്ള തടസ്സങ്ങൾ മറികടക്കാൻ രശ്മി അവരോടൊപ്പം തന്നെ നിന്നു. യൂത്തനേഷ്യ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നല്ല മരണം എന്നാണ്. ജീവച്ഛവമായ രോഗികളെ ചികിത്സയും ജീവൻ രക്ഷാ ഉപകരണങ്ങളും പിൻവലിച്ച് മരണത്തിലേക്ക് വിടുകയെന്ന, അതായത് പാസീവ് യൂത്തനേഷ്യ എന്ന ഒരു രീതിയാണിത്. ഇത് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ മരുന്നും കുത്തിവയ്പ്പും മറ്റും ഉപയോഗിച്ചുള്ള മരണം നടപ്പാക്കുന്ന രീതി, അതായത് ആക്റ്റീവ് യൂത്തനേഷ്യ എന്നുള്ളൊരു രീതി നിലവിലുണ്ട്. അതുപോലെ തന്നെ ഡോക്ടറുടെ സഹായത്തോടെ സ്വയം മരണം വരിക്കുന്ന രീതിയായ ഫിസിഷ്യൻ എയ്ഡഡ് സൂയിസൈഡ് തുടങ്ങിയവയാണ് ലോകത്ത് നിലനിൽക്കുന്ന വിവിധ ദയാമരണ രീതികൾ. ഹരീഷിന്റെ കുടുംബം അനുഭവിക്കുന്ന വൈകാരിക ഭാരം മനസ്സിലാക്കുന്നതായി സുപ്രീം കോടതിയുടെ പരാമർശവും അത്തരത്തിൽ ഈ ഒരു കേസിൽ കോടതി എടുത്ത നിലപാടുകളും ഈ കേസിന്മേൽ വന്ന വാദപ്രതിവാദങ്ങളും വിവിധ രീതിയിൽ രാജ്യശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് നിഷ്ക്രിയ ദയാവധം അനുവദിച്ചുകൊണ്ട് സുപ്രീം കോടതിയുടെ ചരിത്രപരമായ വിധി വന്നത്. 13 വർഷമായി അബോധാവസ്ഥയിൽ ചലനമറ്റ് കിടക്കുന്ന ഡൽഹിയിലെ ഹരീഷ് റാണയ്ക്ക് വയറ്റിൽ ഘടിപ്പിച്ച ട്യൂബിലൂടെ നൽകുന്ന മരുന്നും ചികിത്സയും നിർത്തിവെക്കാനാണ് സുപ്രീം കോടതി അനുവദിച്ചത്. ഹരീഷിന്റെ ജീവൻ രക്ഷാ സംവിധാനങ്ങൾ നിർത്താമെന്ന് ഗാസിയാബാദ് ജില്ലാ ആശുപത്രിയിലെ പ്രാഥമിക മെഡിക്കൽ ബോർഡും എയിംസിലെ 2ാം മെഡിക്കൽ ബോർഡും നൽകിയ റിപ്പോർട്ട് പരിഗണിച്ചാണ് ജസ്റ്റിസുമാരായ JB പർദിവാല, KV വിശ്വനാഥൻ എന്നിവരുടെ നടപടി ഉണ്ടായത്. വീട്ടിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരീഷിനെ അവിടെ നിന്ന് എയിംസിന്റെ പാലിയേറ്റീവ് കെയർ വകുപ്പിലേക്ക് മാറ്റിയ ശേഷം അവിടെ വെച്ച് CANH അഥവാ കുഴൽ വരിയോ അതുപോലെ ഡ്രിപ്പായോ പോഷകവും ജലാംശം നൽകുന്ന ഉള്ള സംവിധാനങ്ങളെല്ലാം, അത്തരം ജീവരക്ഷാ സംവിധാനങ്ങളെല്ലാം പിൻവലിക്കാനായിരുന്നു കോടതിയുടെ ഉത്തരവ്. ഹരീഷിന്റെ മാതാപിതാക്കളെ കോടതിയിലേക്ക് വിളിപ്പിച്ച് ജഡ്ജിമാർ ചേംബറിൽ വെച്ച് വിശദമായി സംസാരിച്ചിരുന്നു. അവരുടെ അഭിഭാഷക രശ്മി നന്ദകുമാറിനെയും കേന്ദ്ര സർക്കാരിന്റെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിനെയും ഹരീഷിന്റെ വീട്ടിലയച്ച് അവിടുത്തെ സാഹചര്യങ്ങളും മറ്റും വിലയിരുത്തിയ ശേഷം അതിയായ കരുതലോടെയാണ് സുപ്രീം കോടതി ഈ വിധി പുറപ്പെടുവിപ്പിച്ചത്. അഡ്വക്കേറ്റ് രശ്മി നന്ദകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരം നിഷ്ക്രിയ ദയാവധം എന്നതിന് പകരം ചികിത്സ പിൻവലിക്കൽ എന്നാണ് വിധിയിൽ പറയുന്നതും ആ ഒരു കാര്യങ്ങളുമൊക്കെ
വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഒരു ഘട്ടത്തിൽ നിങ്ങൾ മകനെ ഉപേക്ഷിക്കുകയല്ല, പകരം അന്തസ്സോടെ മടങ്ങാൻ അവനെ അനുവദിക്കുകയാണെന്നും അവനോടുള്ള നിസ്വാർത്ഥ സ്നേഹത്തിന്റെ ആഴമാണ് ഇതിൽ വെളിവാകുന്നതെന്നും കോടതി ഹരീഷിന്റെ മാതാപിതാക്കളോട് പറഞ്ഞത് സത്യത്തിൽ നീതിന്യായ വ്യവസ്ഥയിലെ കരുണാപൂർണമായ നിലപാടുകൾക്കപ്പുറം ഇന്ത്യൻ സമൂഹമൊന്നാകെ ആ മാതാപിതാക്കളോട് പറയാൻ ആഗ്രഹിച്ച വാക്കുകളായി മാറിയെന്നതാണ് സത്യം. എന്തായാലും രാജ്യത്തെ ആദ്യത്തെ ദയാവധ കേസ് എന്ന നിലയിൽ മാത്രമല്ല, സമാനമായ കേസുകളിൽ ഇനി വരും നാളുകളിൽ നീതിന്യായ സംവിധാനത്തിന് ശരിയായ തീരുമാനമെടുക്കാനുള്ള വലിയൊരു ഉദാഹരണമായി കൂടി ഈ കേസ് എല്ലാ കാലവും നിലനിൽക്കുമെന്നതിലും സംശയമില്ല. ന്യൂസ് ഡെസ്ക്, ഫോക്കസ് ന്യൂസ് TV.